നമുക്ക് നല്ല നാടൻ ഒരു മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് സവോള വേണം, പിന്നെ ചെറിയുള്ളി വേണം. ചെറിയുള്ളിയൊക്കെ ആവശ്യത്തിന് എടുത്തോണേ, ഒരു പിശുക്കും കാണിക്കണ്ട. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും നന്നായിട്ട് എടുത്തോളൂ, കാരണം ഇതൊരു എരിവുള്ള കറിയാണ്. പിന്നെ തക്കാളി വേണം, കറിവേപ്പില വേണം, പെരിഞ്ചീരകം, കുരുമുളക്. പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടുന്നത്. മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കടുകിടുക, പൊട്ടിക്കുക, വറ്റൽമുളക് മൂപ്പിച്ചെടുക്കുക, കറിവേപ്പില ഇടുക, സവോള ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തൊന്ന് അത് വഴറ്റിയെടുക്കുക. ഈ സമയം കൊണ്ട് പെരിഞ്ചീരകവും കുരുമുളകും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് ചതച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊന്ന് ചതച്ചെടുത്ത് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടോ കേട്ടോ, നല്ല സ്പൈസി ആയിട്ടിരിക്കും. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ചതച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഈ ചതച്ച പേസ്റ്റൊക്കെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു പച്ചമണമൊക്കെ ഇങ്ങനെ കളഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതൊന്ന് വഴറ്റുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ അതൊന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ സമയത്ത് ആ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരും. അപ്പം വേണം നമ്മൾ പൊടികൾ ചേർക്കാൻ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ 3 പൊടികളാണ് നമ്മൾ ഇന്നിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങും. എന്നിട്ട് വഴറ്റി കൊടുത്തു. നമ്മൾ മട്ടൺ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വേവിച്ച് വെച്ച മട്ടനും കൂടെ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു അരപ്പും മട്ടനും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലതുപോലെ ആ ഒരു മസാല അതിൽ ഇങ്ങനെ പെരണ്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്ന് നോക്കി ഉപ്പും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് തുറന്ന് നോക്കിയാണ്ടല്ലോ നമ്മുടെ നാടൻ മട്ടൻ കറി ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ നമ്മൾ 3-4 കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തു. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.